ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന അലാസ്ക ഉച്ചകോടി അവസാനിച്ചു. യുക്രൈൻ റഷ്യ വെടിനിർത്തലിൽ അന്തിമ ധാരണയാകാതെയാണ് ആംഗ്രേജിലെ ചർച്ച അവസാനിച്ചത്. പല കാര്യങ്ങളിലും ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. We look forward to dealing. We're going to try and get this over with. We really made some great progress. So just to put it very quickly, I'm going to start making a few phone calls and tell them what happened. But we had an extremely productive meeting and many points were agreed to. യുക്രൈനെ സഹോദര രാജ്യമെന്ന് വിശേഷിപ്പിച്ച പുടിൻ റഷ്യയ്ക്ക് ആശങ്കകളുണ്ട് എന്ന് കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. രാജ്യസുരക്ഷയും സെലൻസ്കി സർക്കാരും പ്രവിശ്യ കൈമാറ്റവും ഇതിൽപ്പെടും. അടുത്ത ചർച്ച മോസ്കോയിലെന്നും പുടിൻ വ്യക്തമാക്കി. ചർച്ചയ്ക്ക് ശേഷം ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും സംസാരിച്ചു. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കും. റഷ്യ യുക്രൈൻ ചർച്ചയും ഉടൻ ഉണ്ടായേക്കും. ഏതായാലും ഈ ചർച്ചയിൽ പുരോഗതി ഉണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും അലാസ്ക ഉച്ചകോടി കൊണ്ട് ആർക്കാണ് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടായത് എന്നൊരു സുപ്രധാന ചോദ്യമാണ്. ട്രംപ് പുടിൻ ചർച്ചയുടെ ആകെത്തുക എന്താണ് എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ലോകവേദിയിൽ പുടിന് ചുവന്ന പരവതാനി വിരിച്ചുള്ള വരവേൽപ്പ് ലഭിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ആ രീതിയിൽ ഇന്നത്തെ ചർച്ചയുടെ ശ്രദ്ധാകേന്ദ്രം ഒരുപക്ഷെ അത് പുടിനാണെന്ന് തന്നെ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ പൊതുവിൽ അസ്വീകാരനായിരുന്നു പുടിൻ എന്നത് മറക്കാൻ കഴിയുന്നതല്ല. 2022 യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയുടെ സൗഹൃദ രാജ്യങ്ങളിലല്ലാതെ പുടിൻ സന്ദർശനം നടത്തിയിരുന്നില്ല എന്നതും മനസ്സിലാക്കുക. ആ പുടിനെ അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ച് ആനയിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം പെട്ടെന്ന്. ഈ ദൃശ്യങ്ങൾ നോക്കുക. ട്രംപ് പുടിനെ കാത്തു നിൽക്കുന്ന ദൃശ്യമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇതാണ് ആ ദൃശ്യം. പുടിനെ കാത്തു നിൽക്കുന്നു ട്രംപ്. ആദ്യം വിമാനത്തിൽ നിന്നും ഇറങ്ങി വരുന്നു ട്രംപ്. പിന്നീട് പുടിനെ റെഡ് കാർപ്പറ്റിൽ കാത്തു നിൽക്കുന്നു. അവിടെ പുടിൻ നടന്നു വരുമ്പോൾ കൈനീട്ടി സ്വീകരിക്കുന്നു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ദ ബീസ്റ്റിൽ അത് ട്രംപിനൊപ്പം പുടിൻ യാത്ര ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഏറെ പ്രത്യേകതകളുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അലാസ്കയിൽ നടന്നത് എന്നത് മനസ്സിലാക്കുക. ട്രംപും പുടിനും തമ്മിലുള്ള ഗാഢമായ സൗഹൃദത്തിന്റെ ഒരു നേർക്കാഴ്ചയായി പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ അതിനുമപ്പുറം പുടിന്റെ രാഷ്ട്രീയ വിജയമായി ഇതിനെ പറയുന്നവരും വലിയ വിഭാഗം ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. എന്നാൽ 7 മണിക്കൂറോളം ചർച്ച നീണ്ടേക്കാം എന്നാണ് ഉച്ചകോടിക്ക് മുൻപ് ക്രെംലിൻ പറഞ്ഞത്. എന്നാൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഈ ചർച്ച അവസാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 15 മിനിറ്റിൽ താഴെയാണ് സംയുക്ത വാർത്താ സമ്മേളനം നീണ്ടത്. മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ വാർത്താ സമ്മേളനത്തിലെ ശ്രദ്ധേയമായ കാര്യം പുടിനാണ് ആദ്യം സംസാരിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുടിൻ ഒരുപക്ഷെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ചർച്ചയിലെ ഒരു ഹീറോയായി മാറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അമേരിക്ക ആതിഥ്യം അരുളുന്ന വാർത്താ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം സംസാരിക്കുന്ന ഒരു പതിവ് ഇന്ന് പക്ഷെ നമ്മൾ കണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. യുക്രൈൻ യുദ്ധത്തിന് ഒപ്പം അത് പഴികേൽക്കേണ്ടി വന്നത് ജോ ബൈഡനും ഡെമോക്രാറ്റുകൾക്കുമായിരുന്നു. താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ യുക്രൈൻ യുദ്ധം നടക്കില്ലായിരുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം ഈ വാർത്താ സമ്മേളനത്തിൽ വ്ളാഡിമിർ പുടിൻ ആവർത്തിക്കുന്ന കാഴ്ചയുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സൗഹൃദം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ എന്ന ചോദ്യം അത് ബലപ്പെടുന്നുണ്ട്. ആ വാദം താൻ സ്ഥിരീകരിക്കുന്നു എന്നാണ് പുടിൻ പറഞ്ഞത് കേട്ടത്. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുക്രൈനിലെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിൽ ഉറപ്പുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടേയില്ല ഈ ഉച്ചകോടിയിൽ എവിടെയും, അല്ലെങ്കിൽ പിന്നീടുള്ള വാർത്താ സമ്മേളനത്തിലൊന്നും നമ്മൾ കണ്ടില്ല. മാത്രമല്ല പ്രശ്ന പരിഹാരത്തിന് അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും റഷ്യയ്ക്ക് സ്വന്തം താല്പര്യങ്ങൾ ഉണ്ട് എന്നും പുടിൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് സെലൻസ്കിയെ കണ്ട ട്രംപിനെ നമുക്ക് ഓർമ്മയുണ്ട്. ചർച്ചയ്ക്കിടെ ഇടപെട്ട് ദേഷ്യപ്പെട്ട് ഇറക്കിവിട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെ ആ ശരീരഭാഷ ആയിരുന്നില്ല ട്രംപിന് ഇന്ന് പുടിനോട് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിൽ കുപിതനായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ അമിത തീരുവ ഏർപ്പെടുത്തിയത്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയും അലാസ്ക ഉച്ചകോടി വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. ട്രംപ് പുടിൻ ചർച്ച ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സമാധാനത്തിനു വേണ്ടിയുള്ള നേതാക്കളുടെ പരിശ്രമം പ്രശംസനീയമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ കൂടിക്കാഴ്ചയെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുൻപോലുണ്ടായിരുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ പുടിനോട് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെടാൻ പോകുന്നത്? ഈ പുടിനും അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഓയിൽ ഡീലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനുശേഷം ഈ ഡീലിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊക്കെയുള്ള
ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. എന്തായാലും ഈ ചർച്ചയെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യ ഇപ്പോൾ. എന്താണ് അത്തരം നിലപാടിന് പിന്നിൽ, അജീഷ്? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഈ അലാസ്കയിൽ നടന്ന ഈ കൂടിക്കാഴ്ച ഇന്ത്യ സസൂക്ഷ്മം തന്നെയാണ് നിരീക്ഷിച്ചു വരുന്നത്. കാരണം ഈ ട്രംപിന്റെ നേരത്തെ ഭീഷണി, അതുമാത്രമല്ല അതിന് പിന്നാലെ വന്ന താരിഫ്, ഇതെല്ലാം തന്നെ ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരുന്നു. കാരണം 25% നികുതി ചുമത്തിയിരുന്നു. അതിനുശേഷം ഈ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു രണ്ടാം ഘട്ടം നികുതി ചുമത്തുന്ന കാര്യവും ആലോചിക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ പരസ്യമായിട്ടൊരു നിലപാട് പറഞ്ഞിരുന്നില്ല. പക്ഷേ അമേരിക്കയും ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കണക്കുകൾ നിരത്തി ഇന്ത്യ ഇരു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളുടെയും ഇരട്ടത്താപ്പ് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനപ്പുറം അത് മാത്രമല്ല, ഇന്ത്യയുടെ കർഷകരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഇൻട്രസ്റ്റ് തന്നെ സംരക്ഷിക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ അതിനപ്പുറം ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുന്ന കാര്യത്തിലൊന്നൊരു തീരുമാനമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ഈ കൂടിക്കാഴ്ച അത് ഇന്ത്യ വലിയ രീതിയിൽ പ്രാധാന്യത്തോടെ തന്നെയാണ് കണ്ടത്. കാരണം ഇതിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ ഇന്ത്യക്കുമേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന ഈ നികുതിയുടെ കാര്യത്തിൽ ഈ തുടർ ചർച്ചകളിൽ അത് വലിയ നിർണായകമാകും. ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ, അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഈ 25% നികുതി, അതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാകും. നിലവിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ്. മാത്രമല്ല ചില ഈ ഡിഫൻസ് ഡീലുകളും ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ട്. ഈ ഹെലികോപ്റ്റർ അടക്കം ആയുധങ്ങളടക്കം ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഡീലുകളുണ്ട്. ഇതെല്ലാം തന്നെ അനിശ്ചിതത്തിലായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് നേതാക്കളുടെയും കൂടിക്കാഴ്ച ഇന്ത്യ ഗൗരവത്തോടെ കാണുന്നത്. എന്തായാലും ഇന്ത്യ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഈ നേതാക്കളുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയെ. മാത്രമല്ല ഇരു നേതാക്കളും ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തെയും ഇന്ത്യ പ്രശംസനീയമെന്ന് പറഞ്ഞിരിക്കുകയാണ്.